അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നാം പറഞ്ഞു വച്ചത്. അഥവാ എല്ലാ സഹായങ്ങളും നൽകാൻ കഴിയുന്നവൻ പരമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും എല്ലാ സഹായങ്ങളും അള്ളാഹുവിൻ്റെ പരിധിയിൽ മാത്രം വരുന്നതാണ്. ആ സഹായങ്ങൾ അനുഭവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താം. ആ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഭൗതികമായേക്കാം, അഭൗതികമായേക്കാം. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായാർത്ഥന നടത്തുന്നു എന്നർത്ഥം പറഞ്ഞുകൊണ്ട് ഔലിയാക്കളോടുള്ള സഹായത്തെ ശിർക്കാക്കുന്നവർ യഥാർത്ഥത്തിൽ ഖുർആനിന് വിപരീതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണ കാര്യകാരണങ്ങൾ മുഖേനയുള്ള സഹായങ്ങൾ സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലാഹു പറയുന്നത് കാണാം, വ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കണം, ദോഷങ്ങളിലും അതിക്രമങ്ങളിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയുമരുത്. അഥവാ അവനവന് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ അള്ളാഹു മനുഷ്യരോട് നിർദ്ദേശിക്കുകയാണിവിടെ. അതിനാൽ സാധാരണക്കാരിൽ നിന്ന് സാധാരണ സഹായങ്ങൾ ലഭിക്കുമെന്നതിന് ഈ സൂക്തം കൃത്യമായ തെളിവാണ്. സാധാരണക്കാരിൽ നിന്ന് സാധാരണ സഹായങ്ങൾ ലഭിക്കുമെങ്കിൽ അത് അവരോട് ആവശ്യപ്പെടാവുന്നതാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫസ്തഗാസഹുല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. അപ്പോൾ തൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ തൻ്റെ ശത്രുവിഭാഗത്തിൽപ്പെട്ടവനെതിരിൽ അദ്ദേഹത്തോട് സഹായം തേടി എന്നാണ് അതിൻ്റെ അർത്ഥം. വിശദമായി പറഞ്ഞാൽ, ഇസ്രായേലികളിൽപ്പെട്ട ഒരാൾ ഖിബ്തിക്കെതിരെ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം തേടുകയും മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തതാണ് ഈ വചനത്തിലെ പരാമർശം. അക്രമത്തിനു വിധേയരായവരെ സഹായിക്കണമെന്ന് എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹു നിർദ്ദേശം നൽകിയിരുന്നതായും ഇതിൻ്റെ പേരിലാണ് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സഹായിച്ചതെന്നും ഈ വചനം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, സാധാരണ മനുഷ്യർക്ക് സാധാരണ നിലയിലുള്ള സഹായം ചെയ്യാൻ സ്വയം കഴിവില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവ് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. സൂറത്തു സ്വാഫാത്തിലാണ് പ്രസ്തുത വചനമുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം. സാധാരണക്കാർക്ക് സാധാരണ പ്രവർത്തികൾ അവരുദ്ദേശിക്കുമ്പോൾ നിർവഹിക്കാനുള്ള പക്വതയും പാകതയുമുള്ളതുപോലെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുദ്ദേശിക്കുമ്പോൾ മുഅ്ജിസത്തും കറാമത്തും പ്രകടിപ്പിക്കാനുള്ള പക്വതയും പാകതയുമുണ്ട്. ഈ പക്വത പാകത എന്ന് പറഞ്ഞാൽ കസ്ബ് ഇഖ്തിയാർ എന്ന് പറയും. അത് വിശദമായി പ്രതിപാദിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ സന്ദർഭമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിന് ധാരാളം പ്രമാണങ്ങൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. സൂറത്തു ആലു ഇംറാനിൽ 49-ാമത് സൂക്തത്തിൽ കാണാം, അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്കു വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെപ്പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ചതിനെപ്പറ്റിയും
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. ഈ ആയത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷിയുടെ ആകൃതി ഉണ്ടാക്കി അതിൽ ഊതി പറപ്പിക്കുക 1. 2 ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തുക. 3 മരിച്ചവരെ ജീവിപ്പിക്കുക. 4 അദൃശ്യങ്ങൾ പറയുക. ഈ കാര്യങ്ങളാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്നതിനു തെളിവായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ. ഇത്തരം സംഗതികൾ ഞാൻ നിർവഹിക്കുമെന്ന് വാദിച്ച് ഇന്നൊരാൾ രംഗത്ത് വരുമെന്ന് വിചാരിക്കൂ. എന്നാൽ അവ കാണിച്ചു തരാൻ അദ്ദേഹത്തോട് ജനങ്ങൾ ആവശ്യപ്പെടുമെന്ന കാര്യവും ഉറപ്പാണല്ലോ. അതേപോലെ അന്നുണ്ടായിരുന്ന ജനങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയും അവരുടെ ആവശ്യം പരിഗണിച്ച് ഈസാ നബി അലൈഹിസ്സലാം അവർക്കത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സൂക്തം വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അമ്പിയാക്കൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് പ്രകടമാക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് സാധാരണ സഹായം ചെയ്യാൻ കഴിയുന്നതുപോലെ അമ്പിയ ഔലിയാക്കളിൽ നിന്ന് മുഅ്ജിസത്ത് കറാമത്തിലൂടെ അസാധാരണമായ സഹായങ്ങളും ലഭിക്കും. അതിന് തെളിവാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നമ്മൾ ഈ ഓതിയ സൂക്തം. അങ്ങനെ അസാധാരണ സഹായം അത്തരം അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കാമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. സൂറത്തുൻ നംൽ 38-ാമത്തെ ആയത്തിൽ കാണാം, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഏ സമൂഹമേ, ബിൽഖീസ് രാജ്ഞി എനിക്ക് വിധേയപ്പെട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ആരാണ് അവരുടെ സിംഹാസനം കൊണ്ടുവരിക എന്ന് സുലൈമാൻ അലൈഹിസ്സലാം തൻ്റെ സമുദായത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ കേവലം സൃഷ്ടികളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടിങ്ങനെ സഹായം ചോദിക്കാമെന്നും അങ്ങനെ ചോദിച്ചാൽ അവർക്ക് നിർവഹിക്കാൻ കഴിയുമെന്നുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ധൃത സൂക്തങ്ങളിൽ നിന്നെല്ലാം വളരെ കൃത്യവും സ്പഷ്ടവുമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ ഇയ്യാക നസ്തഈൻ എന്ന സൂക്തം ഔലിയാക്കളോടും അമ്പിയാക്കളോടും അള്ളാഹു അവർക്ക് നൽകിയ കഴിവിൽ നിന്ന് സഹായം ചോദിക്കുന്നതുകൊണ്ട് ഒട്ടും വിശ്വാസത്തെയോ ഈമാനിനെയോ ബാധിക്കുന്നില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ അങ്ങനെ സഹായാർത്ഥന നടത്തൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നുവരെ പറഞ്ഞവരുണ്ട്. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.